തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്കൂൾ കെട്ടിടം പൂർത്തിയാകാതെ ചെറായി ചക്കരക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ. ചക്കരക്കടവ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടുന്ന സ്കൂൾ കെട്ടിട നിർമ്മാണം അനന്തമായി നീളുന്നു. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 1 കോടി രൂപ ചെലവിൽ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചെറായി ചക്കരക്കടവ് ഗവൺമെന്റ് എൽ പി സ്കൂൾ 2017 നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ 2023 ആയപ്പോഴേക്കും ചക്കരക്കടവ് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒഴികെ ബാക്കി എല്ലാ സ്കൂളുകളുടെയും നിർമ്മാണം പൂർത്തിയായതായി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെറായി ബ്രദേഴ്സ് തിരുമരാംകുന്ന് സാംസ്കാരിക സമിതിയുടെ നിയമപരമായ ഇടപെടലിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടന്ന ചർച്ചയിൽ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ 30 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. 30 ലക്ഷം രൂപ പാസാക്കിയ സ്കൂളിന് മാത്രം എന്തുകൊണ്ടത് ചെയ്യാൻ കഴിയുന്നില്ല, പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല? 2019 നിർമ്മാണം ആരംഭിച്ച് 2025 തീരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയാത്തത് ആരുടെ അനാസ്ഥയാണ്? ഇവിടുത്തെ പ്രദേശവാസികളുടെയാണോ? ഇവിടുത്തെ PTA മാനേജ്മെന്റിന്റെയാണോ? സ്കൂൾ അധികൃതരുടെയാണോ? അല്ലെങ്കിൽ SMC കൺവീനറുടേതാണോ? വാർഡ് മെമ്പറാണ് ഇവിടുത്തെ SMC കൺവീനർ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല? അതോ പ്രദേശവാസികളും ഈ സ്കൂള് സമൂഹത്തിന് വേണ്ടി വിട്ടുകൊടുത്ത സഭയോ? ആരാണ് ഉത്തരവാദി? എന്നാൽ 2500 ചതുരശ്ര അടിയിൽ താഴെ വരുന്ന 3 മുറികളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിച്ചില്ല. പൂർത്തിയായ മുറികളുടെ ജനൽ അഴികൾക്കിടയിലൂടെ ഒരാൾക്ക് ഇറങ്ങുവാനുള്ള അകലമുണ്ട്. തുടർന്ന് ബ്രദേഴ്സ് തിരുമനാംകുന്ന് സാംസ്കാരിക സമിതി ഭാരവാഹികൾ വൈപ്പിൻ AEOയ്ക്ക് നൽകിയ പരാതിയുടെ മറുപടിയായി 2024 ഓഗസ്റ്റ് 15 മുൻപ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്ന് AEO രേഖാമൂലം അറിയിച്ചെങ്കിലും അതും നടന്നില്ല. പിന്നീട് 2025 ഓഗസ്റ്റ് 15 മുൻപ് ഉദ്ഘാടനം നടത്തുമെന്നും വീണ്ടും ഒരു ഉറപ്പ് കൂടി ലഭിച്ചെങ്കിലും അതും നടന്നില്ല. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് കെട്ടിടത്തിന്റെ അഭാഗം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ബ്രദേഴ്സ് തിരുമനാംകുന്ന് സാംസ്കാരിക സമിതി സെക്രട്ടറി PD ധനീഷ്, ഷിബു നെടുമ്പറമ്പിൽ എന്നിവർ പറഞ്ഞു. അതുപോലുള്ള സാധനങ്ങളെ, അതുപോലുള്ള വന്യജീവികളെ നമ്മളെ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ വന്ന് ഇവിടെ നിഷ്കാരണം പിടിച്ച് ഫോറസ്റ്റിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ രീതിയിൽ പോകുന്ന സ്കൂളിന്റെ അനാസ്ഥ, അധികൃതരുടെ അനാസ്ഥ, ഈ സ്കൂൾ ടീച്ചേഴ്സിനാണെങ്കിലും ഇവിടുത്തെ മാനേജ്മെന്റിനാണെങ്കിലും ഇവിടുത്തെ SMC കൺവീനർക്കാണെങ്കിലും ഇതിന് ഉത്തരവാദിത്തമില്ലേ? ഈ സ്കൂളിലേക്ക് പറഞ്ഞുവിടുന്ന നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. അശാസ്ത്രീയമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനം എന്തിനാണ്? സ്റ്റെയറിന് നേരെ ഒരു മാൻഹോള് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന ഈ പ്രദേശത്ത് എന്തിനാണ് ഒരു മാൻഹോള്? അരക്കൊപ്പം പൊക്കത്തിൽ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ അരക്കൊപ്പം പൊക്കത്തിൽ ഗ്രില്ല് കെട്ടിയിട്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറായി.